ഒരു പിടിപാടില്ല. വളരെ മെമ്മറി ലോസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല. 11 മണിയായപ്പോൾ എന്റെ ടിക്കറ്റ് എല്ലാം തീർന്നു. അവിടെ ഭഗവതിന്ന് ഞാൻ തന്നെ എടുത്താ. ഇല്ല, 1 കൊല്ലമായിട്ടുള്ളൂ ഞാനിവിടെ തുടങ്ങിയിട്ട്. ഇതിപ്പോ എന്റെ 2ാമത്തെയാണ്. ഇതിനു മുമ്പ് 3 മാസം മുമ്പ് 1 കോടി ഇവിടെ അടിച്ചിട്ടുണ്ട്. 1 കോടി അടിച്ചിട്ടുണ്ട്. എത്ര ടിക്കറ്റ് എടുത്തിരുന്നത്? ഞാൻ ഭഗവതിന്ന് 800 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളം ലോട്ടറി ഓഫീസിൽ നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. ആയിരിക്കട്ടെ, ഇവിടെയുള്ളവരാകട്ടെ. ഇവിടെയുള്ള ആൾക്കാരുടെ കഴിവുകൊണ്ടാണ് നമ്മുടെ ഈ കട ഇങ്ങനെ നിന്ന് പോകുന്നത്. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. ഈ വിൽപ്പന നടന്ന ഏകദേശം ഓർമ്മയുണ്ടാവുമല്ലോ, സ്വദേശികൾ തന്നെയാണോ എടുത്തത്? ഒരു ഓർമ്മയില്ല ചേട്ടാ. കരച്ചിൽ വന്ന അവസ്ഥയിലേക്കാണ് ഞാൻ. ചേട്ടൻ എല്ലാരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻപും 1 കോടി അടിച്ച ഭാഗ്യവാനാണ്. അതെ അതെ അതെ, അതും ഭഗവതിന്ന് തന്നെ എടുത്തത്. ഭഗവതിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയ പിറ്റേ ദിവസമാണ് എനിക്ക് അടിച്ചത്. ബമ്പർ 1000 ടിക്കറ്റിന് മേലെ ഞാനിവിടെ വിറ്റിട്ടുണ്ട്. ഇവിടെ വിറ്റിട്ടുണ്ട്. എടുത്ത എത്രയായിരുന്നു? 1000 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 80 ബുക്ക് ഭഗവതിന്ന് 80 ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. എറണാകുളം ഓഫീസിൽ നിന്ന് 30 ബുക്ക്. എല്ലാം നാട്ടുകാരാ കംപ്ലീറ്റ് ആണ്. ഇവിടെ നമ്മുടെ കടയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടിച്ചാൽ ഞാൻ അത്രയും സന്തോഷമാവനാണ്. നെട്ടൂരുകാരനാണ് ഉറപ്പായിട്ടും. ആയിരിക്കണം ആകട്ടെ. നെട്ടൂരാണ് നമ്മുടെ ഭാഗ്യം നിൽക്കുന്നത്. അതുകൊണ്ട് നെട്ടൂരുകാർക്ക് കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. മുമ്പത്തെ 1 കോടി എവിടേക്കായിരുന്നു പോയത്? അതിന്റെ ആളിപ്പോഴും ഒളിവിലാണ്. ആളിതുവരെ കിട്ടിയിട്ടില്ല. അത് ഒരാളെ പറഞ്ഞു, പക്ഷെ പുള്ളിക്കല്ലെന്നാ പറഞ്ഞ. പുള്ളിക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. പുള്ളിയുടെ പേരല്ല ഇവിടെ പറയണം. ആളിപ്പോഴും ഒളിവിലാണ്. 25 കോടിക്കാരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആർക്ക് കിട്ടിയാലും സന്തോഷമുള്ളൂ. നെട്ടൂരുകാരനായിരിക്കണം. എല്ലാം വിറ്റ് 11 മണിക്ക് വിറ്റ് തീർന്നു. 11 മണിക്ക് വിറ്റ് തീർന്നു. അത് നമ്മുടെ കഴിവൊന്നുമല്ല, ഈ എടുക്കുന്ന ആൾക്കാരുടെ കഴിവാണ്. ഞാൻ ലോട്ടറി എടുക്കണ ഒരാൾ പോലും അല്ല ശരിക്കും പറഞ്ഞ. ഈ ബമ്പർ ഇന്ന് വിറ്റഴിക്കൽ 1 പോലും എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു. ഞാൻ എടുക്കുന്ന ആളല്ല, മറ്റുള്ള ആൾക്കാരെടുക്കണം. ഓക്കെ ഓക്കെ. അടിച്ച ഭാഗ്യവാനെ ആരാണെന്ന് ഏകദേശം എന്തെങ്കിലും ഒരു ഓർമ്മയില്ല. കാരണം എടുത്ത ആരാണെന്നുള്ളത് നമുക്ക് വലിയ അറിവൊന്നുമില്ല. കാരണം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന ആൾക്കാരാണ്. കാരണം ഞാൻ ഇപ്പൊ ബമ്പർ ഇറങ്ങിയിട്ട് 2.5 മാസത്തോളായി. ആ തുടക്കം തൊട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അതിലെടുത്ത് ആരെങ്കിലും ആയിരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു വിൽപ്പന? വിൽപ്പന നല്ല പോഷായിരുന്നു. ബമ്പർ നല്ല കച്ചവടമായിരുന്നു. കൊണ്ടുവന്നിടേണ്ട താമസമുള്ളൂ. ഇവിടെ എന്റെ കടയിൽ ഇരിക്കണ ഏകദേശം എല്ലാവരും ഒരു 10-30 പേര് നമ്മുടെ കടയിൽ സ്ഥിരമുണ്ട്. അവർക്കറിയാം ഞാൻ എന്തോരം കച്ചവടം ചെയ്യണം. വിൽപ്പന ഉണ്ടായിരുന്നു. ഇന്ന് ഒരു 100 ടിക്കറ്റോളം മേലുണ്ടായി. അതെല്ലാം വിറ്റുപോയി. ഇന്നാണോ ചിലപ്പോൾ ആ ഭാഗ്യവാൻ വന്നിരിക്കുന്നത്? ആകട്ടെ, എന്നായാലും നെട്ടൂരുകാർക്കാകണമെന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നുമില്ല. അത് എന്തു പറയാനാ, അത് ഒന്നുമില്ല. അതെല്ലാവരും പ്രാർത്ഥന, അത്രേ ഉള്ളൂ. 10-120 തൊഴിലാളികളുടെ INTUC പണിയുണ്ട്. നെറ്റ് INTUCിൽ ഒരു 60-70 പേര് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ലോട്ടറി എടുക്കണേ. ദൈവം സഹായിച്ച് അവരെ ആർക്കെങ്കിലും ഒരാൾക്കായിരുന്നു ഒരു പ്രാർത്ഥനയുണ്ട്. ആർക്കാരെന്ന് അറിയില്ല. ലതീഷ് ഏട്ടൻ ഹീറോയാണ്. നേരത്തെ 3 മാസം മുമ്പ് തന്നെ ഹീറോണ്. ഇവിടുത്തെ ഹീറോണ് ഭാഗ്യവാനാണ്. എന്താണെങ്കിലും നെട്ടൂർ INTUC തൊഴിലാളികൾക്കാകട്ടെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നെട്ടൂക്കാർക്ക് കിട്ടിയാൽ മതി എന്ന് മാത്രം പറയട്ടെ. ഞങ്ങൾ തൊഴിലാളികൾ 75% ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ ഭാഗ്യവാൻ തപ്പിയാലാണ് സ്ഥിതിയാണ്. കഴിഞ്ഞ ടിക്കറ്റിന്റെ ഭാഗ്യവാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 25 കോടിക്ക് പുറമെ വേറെ ഏതെങ്കിലും സംഖ്യ അടിച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് വിറ്റ ടിക്കറ്റ്? 3 മാസം മുമ്പ് 1 കോടി അടിച്ചാ ഫസ്റ്റ് അടിച്ചതാണ് ടിക്കറ്റ്. 3 മാസം മുമ്പ് ഇവിടെ നിന്ന് ഫസ്റ്റ് അടിച്ചാ. ഇത്തവണ വേറെ ഏതെങ്കിലും പ്രൈസ് മണി ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും ഉണ്ടാകുന്നറിയില്ല. ഇത് തന്നെ ഞാൻ നോക്കിയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഭഗവതിയുടെ കോള് വന്നപ്പോൾ ഞാനോട് ദൈവമേ ഫസ്റ്റ് അടിച്ചിട്ടായിരിക്കും എന്ന് ഓർത്ത്. കാരണം അവരെ അതേപോലെ 3 മാസം മുമ്പ് ഞാൻ വീട്ടിൽ ഇന്ന് ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് അവരെ കോള് വന്നത്. അപ്പൊ ഞാൻ അവർ പറഞ്ഞു ലതീഷ് വിറ്റ ടിക്കറ്റിനാ ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ അന്തിച്ചു പോയി. ഇവിടുന്ന് ഞാനത് വേറെ പാർട്ടിക്ക് ഹോൾസെയിൽ കൊടുത്ത ഒരാൾക്കാണ് അടിച്ചത് ആ ടിക്കറ്റ്. ഇതും അതേപോലെ ആയാലും എങ്ങനെയായാലും കുഴപ്പമില്ല. ആർക്കടിച്ചിട്ട് നെട്ടൂരാർക്ക് അടിച്ചു കാരണം എന്നുള്ളൊരു അനുഗ്രഹവും. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ 1 കോടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 25 കോടി. വീട്ടുകാരെന്താണ്, എനിക്കിതിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നുള്ളൊരു ഉപകാരമല്ല ഇത് ശരിക്കും പറയാം. ഭയങ്കരമായിട്ട് രക്ഷിച്ചു. അത് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ അനുഗ്രഹമാണിത് തീർച്ചയായും. ലക്ഷ്മി ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെ. അതുകൊണ്ട് മാത്രമാണ് തീർത്തും ആ ഒരു അനുഗ്രഹം ഉണ്ട് നമുക്ക്. അതുണ്ടാവൂല. എന്തായാലും എനിക്കറിയില്ല ആർക്കാണ് അടിച്ചെന്ന്. ആർക്കടിച്ചാലും നെട്ടൂരുകാരനാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. വേറെ ആർക്കാരും പ്രശ്നമില്ല. എന്നാലും നെട്ടൂരുകാരാകണം, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടാണ് 30 കൊല്ലം ഇവിടെ കൊണ്ട് ജീവിച്ച ആളാണ്. അതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.